രേഷ്മാസ് കിച്ചണിലോട്ട് എവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചേനപ്പുളിശ്ശേരിയാണ്. അതെങ്ങനെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു മൺചട്ടിയിൽ 1.5 കപ്പ് ചേന അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ചേന വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും എരിവിന് ആവശ്യമായ 2 പച്ചമുളകും 1/4 ടീസ്പൂൺ നല്ല ജീരകം 1/4 ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ചേന ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇതിൽ ചില കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് നന്നായി ഒന്ന് ഉടച്ചെടുത്ത് കൊടുക്കാം. എല്ലാ കഷ്ണവും വേണ്ട, ചില കഷ്ണങ്ങൾ മാത്രം ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ആ മിക്സിയുടെ ജാറിലോട്ട് തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കറി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 കപ്പ് തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി കുറവുള്ള തൈരാണെങ്കിൽ 1.5 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് കുറവെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചേനപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്